ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു കട്ട്ലേറ്റാണ്. വെറും കട്ട്ലേറ്റ് അല്ല, ഫിഷ് കട്ട്ലേറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ വാള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വാളയെന്ന് കേട്ടപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ കഴിക്കുകയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ കൊണ്ട് ചെയ്യാം, പക്ഷേ ഞാനിവിടെ വാള കിട്ടിയുകൊണ്ട് വാള കൊണ്ടാണ് ഇന്ന് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ മാംസം പീസ് മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് വേവിക്കുകയാണ്. ഇപ്പോൾ വേവിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചാൽ മതി. കാരണം ഓയിലിൽ എന്തായാലും ഡീപ് ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പം ഇവിടെ ഞാൻ 2 സവോള ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ചെറിയ പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കണം. കാരണം മീനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, നോക്കിയിട്ടിട്ടാൽ മതി. ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴട്ടി വരുന്ന സമയത്ത് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടിയും പെരിഞ്ചീരപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടി ഇച്ചിരി കുറച്ച് കൂടുതലിട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇതിലും. ഇത്ര ഇട്ട് കഴിഞ്ഞ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ആ പൊടിമണം മാറുന്നവരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ 2 കിഴങ്ങും കൂടെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഉടച്ച് നമ്മുടെ ഈ മിക്സുമായിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച നമ്മുടെ വാളമീനും കൂടെ ഇതിലേക്ക് മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മുള്ള് കളഞ്ഞ് അത് നല്ല രീതിയിൽ പൊടിച്ച് നമ്മുടെ ഈ ബാറ്ററുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു സിമ്മിലിട്ട് വെച്ചാൽ മതി. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ബാറ്റർ സെറ്റായി നോക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലല്ലേ ചെയ്യേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ ഒരു ഉണ്ട എടുത്ത് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, കാരണം നമ്മൾ പൊരിക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരുപാട് തിന്നാക്കണ്ട. ഈ ഒരു ഷേപ്പിലെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും നമ്മുടെ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി റെഡിയാക്കി എടുക്കാം. ഓരോ കട്ട്ലേറ്റ് ഞാൻ ഒരു മുട്ട എടുത്തിരിക്കുന്നത്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റ് ഡീപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് നല്ല ചൂടായിരിക്കുമ്പോഴേ കട്ട്ലേറ്റ് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഞാൻ ഓരോ കട്ട്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആകുന്ന കണ്ടപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് നമ്മുടെ കട്ട്ലേറ്റ് വേന്നെടുക്കണം. ഒരുപാട് കരിയാനും നിൽക്കരുത്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇക്കാക്ക് തന്നെ കൊടുക്കാം. ഇക്ക പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം നിങ്ങൾ വാള കറി കണ്ടു, വാള ഫ്രൈ കണ്ടു. അടുത്ത് ഞങ്ങൾ വാള വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഒരു മീൻ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത്. കറി വെച്ചു, ഫ്രൈ വെച്ചു, അടുത്തത് ഒരു കട്ട്ലേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇപ്പം ഞാൻ അഭിപ്രായം പറയാം. ഇനി ചെറുതായിട്ട് നമ്മുടെ ഈ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. നല്ല ചൂടുണ്ട്, മൊത്തം കൂടെ വായി വെക്കാൻ പറ്റത്തില്ല. ചൂടോടെ കഴിച്ചില്ലാന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടു. അടിപൊളി. ഈ മീനൊക്കെ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മീനാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരു നമ്മളൊരു ചിക്കനിലൊക്കെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കത്തില്ല, ചിക്കനിലും ബീഫിലൊക്കെ അതേ സെയിം ടേസ്റ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല മീനാണെന്നുള്ള ഒരു സെപ്പറേറ്റ് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാത്തുമ്മ കൊടുക്കാം. പാത്തുമ്മ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയട്ടെ. എങ്ങനെയുണ്ട് പാത്തുമ്മ? സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അഥവാ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടാറ്റാ.